Hey guys, this is Best Carpix. പുതിയ ഡസ്റ്ററും കുഷാക്കും ഒരുമിച്ച് ഇറങ്ങിയ സ്ഥിതിക്ക് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഡസ്റ്റർ എടുക്കണോ അതോ കുഷാക്ക് എടുക്കണോ എന്നുള്ളതാണ്. പ്രൈസിങ്ങും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓൾറെഡി നമ്മൾ ക്രെറ്റ ആയിക്കോട്ടെ, സെൽറ്റോസ് ആയിക്കോട്ടെ, സിയർ ആയിക്കോട്ടെ, ഇതൊക്കെ വെച്ച് ഡസ്റ്റർ കമ്പയർ ചെയ്താണ്. പക്ഷേ ആ സമയത്ത് കുഷാക്കോ ടൈഗോൺ അങ്ങനത്തെ വണ്ടികളൊന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. ഈവൻ വിക്ടോറിയസും വെച്ച് കമ്പയർ ചെയ്താണ്. സോ ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ ഫോക്സ് വാഗൻ ട്വിൻസിൽ ഒരു വണ്ടിയും കൂടെ ആയിട്ട് കമ്പയർ ചെയ്തേക്കാമെന്ന്. അപ്പോൾ പിന്നെ ഏകദേശം മൊത്തത്തിലുള്ളൊരു ഐഡിയ കിട്ടുമല്ലോ. ആൻഡ് ഈ രണ്ട് വണ്ടികളും ഓടിക്കാൻ അത്യാവശ്യം നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള വണ്ടികളാണ്. നല്ല റൈഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് ഒക്കെയാണ്. ആൻഡ് നമ്മുടെ ഒരു ഡ്രൈവർ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ല വണ്ടികളാണെന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ രസം. സോ ഇതിൽ ഏതായിരിക്കും നല്ലത് എന്ന് നമുക്ക് നോക്കാം. ഫീച്ചേഴ്സും ബാക്കി എല്ലാ കമ്പാരിസൺസും ഒക്കെ ആയിട്ട് ആദ്യം ഡസ്റ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇതാണ് കമ്പാരിറ്റീവ്ലി ഒരു പുതിയ ജനറേഷൻ അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന വണ്ടി. കുഷാക്ക് പിന്നെ ഒരു ഫേസ് ലിഫ്റ്റ് ആണ്. അതിൻ്റെ അകത്ത് കുറച്ച് ഡിസൈൻ ചേഞ്ചസ്, കുറച്ച് എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെന്ന് മാത്രം. ഇനി നമ്മുടെ ആദ്യം തന്നെ ഡയമെൻഷൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡസ്റ്റർ ഓൾമോസ്റ്റ് എല്ലാ ആസ്പെക്റ്റിലും വലുതാണ് കുഷാക്കിനേക്കാൾ. ലെങ്ത് എടുക്കുകയാണെങ്കിൽ ഏകദേശം 118 മില്ലിമീറ്റേഴ്സിനടുത്ത് ഡസ്റ്ററിന് കൂടുതൽ വരുന്നുണ്ട്. വിഡ്ത്തും 53 മില്ലിമീറ്റേഴ്സ് ഡസ്റ്ററിന് കൂടുതലാണ്. ഹൈറ്റ് എടുക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് 47 മില്ലിമീറ്റേഴ്സിനടുത്ത് ഡസ്റ്ററിന് കൂടുതൽ വരുന്നുണ്ട്. ഇനി നമ്മുടെ ബാക്കി വീൽ ബേസ് അതിൽ 6 mm വ്യത്യാസമുള്ളൂ. പക്ഷേ സ്റ്റിൽ അതിന് ഡസ്റ്ററിന് തന്നെയാണ് കൂടുതൽ. ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട്. കുഷാക്കിൽ 188 mm ഡസ്റ്ററിന് ഇത്രയും നല്ല റൈഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് ഒക്കെ ഉണ്ടായിട്ടും 212 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഇനി ബൂട്ട് സ്പേസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിലും ആക്ച്വലി ഡസ്റ്ററിന് കുറച്ച് കൂടുതലാണ്. അവർ ക്ലെയിം ചെയ്യുന്ന 519 ലിറ്റേഴ്സ് ആണ്. പക്ഷെ അതങ്ങ് റൂഫ് വരെ എടുക്കാതെയുള്ള നമ്പേഴ്സ്. റൂഫ് വരെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 700 ലിറ്റേഴ്സിനടുത്തുണ്ട്. പക്ഷേ കുഷാക്കിൽ ഇപ്പോൾ എന്തായാലും ഒരു റൂഫ് വരെ എടുത്തിട്ടുള്ള നമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു പറയുന്നത്. 491 ലിറ്റേഴ്സാണ് നേരത്തെ ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഡസ്റ്ററിൽ എക്സ്ട്രാ കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എക്സ്റ്റീരിയർ ഡിസൈൻ്റെ കാര്യമൊന്നും കമ്പയർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്തൊക്കെയാണെന്നുള്ളത്. ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിനകത്ത് 360 പാർക്കിംഗ് ക്യാമറ കിട്ടുന്നുണ്ട്. അതിൻ്റെ ക്ലാരിറ്റിയൊക്കെ അത്യാവശ്യം നല്ലതാണ്. കുഷാക്കിൽ ഒരു ഫേസ് ലിഫ്റ്റിൽ കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ എന്തായാലും സംഭവം വന്നിട്ടില്ല. രണ്ടിലും ടച്ച് സ്ക്രീനിൻ്റെ സൈസൊക്കെ സെയിം ആണ്. 10 ഇഞ്ചിന് അടുത്താണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് ഗൂഗിൾ ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്. ജെമിനി ആയിക്കോട്ടെ. പിന്നെ ജെമിനി ഇൻ്റഗ്രേഷൻ ആക്ച്വലി കുഷാക്കിലുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് ഗൂഗിൾ മൊത്തത്തിൽ അങ്ങോട്ട് ഉപയോഗിക്കാം. മാപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ എന്ത് പരിപാടിയാണെങ്കിലും ഇതിനകത്ത് ചെയ്യാം. വീഡിയോസ് ഇതിനകത്ത് ഡയറക്റ്റ്ലി കാണാൻ പറ്റും. സോ അത് ഒരു എക്സ്ട്രാ പ്ലസ് പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഈ വണ്ടിയിൽ നമുക്ക് 12 പാർക്കിംഗ് സെൻസേഴ്സ് ഫ്രണ്ടിലും ബാക്കിലോട്ട് വരുന്നുണ്ട്. ഓരോ സ്ഥലത്ത് 6 വെച്ച്. കുഷാക്കിൽ മോശമല്ല, 4 പാർക്കിംഗ് സെൻസേഴ്സ് വെച്ചാൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സെഗ്മെൻറ്റിൽ മിക്ക ചില വണ്ടികളൊക്കെ 3 പാർക്കിംഗ് സെൻസേഴ്സൊക്കെയാണ് ഫ്രണ്ടിലും ബാക്കിലും കൂടെയൊക്കെ ആയിട്ട് വരുന്നത്. എനിവേ അതപ്പോൾ നല്ലൊരു അപ്ഗ്രേഡ് ആണ്. ഇനി അടുത്ത ഫീച്ചറും നമ്മൾ കുഷാക്ക് ഫേസ് ലിഫ്റ്റിൽ വരുന്ന റൂമേഴ്സ് ഉണ്ടായിരുന്ന സംഭവമാണ്. അതാണ് അഡ്വാൻസ് സർവീസ് സിസ്റ്റം. നമുക്ക് ഡസ്റ്ററിൽ ലെവൽ 2 ആണ് വരുന്നത്. ഏകദേശം 17 ഫീച്ചേഴ്സിനടുത്ത് വരുന്നുണ്ട്. സ്റ്റിൽ കുഷാക്കിൽ ഈ ഒരു സംഭവം അവൈലബിൾ അല്ല. ഇതിനകത്ത് പക്ഷേ നമുക്ക് ഈ ഒരു സംഭവം, അതായത് ഡസ്റ്ററിൽ ഓഫ് ചെയ്യാൻ ജസ്റ്റ് ഒറ്റ ഫിസിക്കൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഫുള്ള് എഡാസിൻ്റെ ഫെസിലിറ്റീസ് അങ്ങോട്ട് ഓഫ് ആവും. നിങ്ങളല്ലാതെ മെനുവിൽ പോയി ടോഗിൾ ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്യേണ്ട. ഇനി അടുത്ത ഫീച്ചർ വരുന്ന ഡ്യുവൽ സോൺ ഓട്ടോ AC ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഫിസിക്കൽ കൺട്രോൾസ് ആണ് അഗൈൻ അവർ കൊടുത്തിരിക്കുന്നത്. കുഷാക്കിൽ പക്ഷേ ടച്ച് ബേസ്ഡ് ആണ്. ആൻഡ് അതിൻ്റെ അകത്ത് സിംഗിൾ സോൺ AC വരുന്നുള്ളൂ. ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് പറയാം. ഇനി അടുത്ത നമ്മുടെ ഗ്യാസ് സ്റ്റഡ്സ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്റ്റഡ്സ് ആണ് ഫ്രണ്ടിൽ ബോണറ്റിൽ. അത് ആകെപ്പാടി ഈ സെഗ്മെൻറ്റിൽ ഇപ്പം ഡസ്റ്ററിലും പിന്നെ സെൽറ്റോസിലും മാത്രമേ ഉള്ളൂ പുതിയ വണ്ടിയിൽ. ബാക്കി ഒരു വണ്ടിയിൽ സാധനം വരുന്നില്ല. ഇനി അടുത്ത ഫീച്ചർ ഇലക്ട്രിക് പവർ ടെയിൽ ഗേറ്റ് ആണ്. ഈ സെഗ്മെൻറ്റിൽ അഗൈൻ സിയറ കർവ് പിന്നെ വിക്ടോറിയസ് അങ്ങനെ കുറച്ച് വണ്ടികൾ മാത്രമേ ഒരു സംഭവമുള്ളൂ. എന്തായാലും നമുക്ക് പുതിയ ഡസ്റ്ററിൽ ഇത് കിട്ടുന്നുണ്ട്. ഈ സെഗ്മെൻറ്റിൽ പൊതുവെ അത്ര കോമൺ അല്ലായിരുന്നു. ഇപ്പോഴാണ് പിന്നെ 2-3 വണ്ടികളൊക്കെ വന്നു തുടങ്ങിയത്. ഇനി അടുത്ത ഫൈനൽ അപ്ഗ്രേഡ് 18 ഇഞ്ച് അലോയ് വീൽസ് ആണ്. ഡസ്റ്ററിൽ നമുക്ക് ഒരുപാട് അലോയ് വീൽസിൻ്റെ കൺഫിഗറേഷനൊക്കെ ഉണ്ട്. ബേസ് മോഡൽ മുതൽ 17 ഇഞ്ച് ഉണ്ട്. കുഷാക്കിൽ 16 ഇഞ്ചാണ് സ്റ്റാൻഡേർഡ് വരുന്നത്. ഇതിനകത്ത് മാക്സിമം 18 ഇഞ്ച് വരെ പോകുന്നുണ്ടെങ്കിൽ കുഷാക്കിൽ മാക്സിമം 17 ഇഞ്ച് അലോയ്സ് വരെ ടോപ്പ് എൻഡിലും പോകുന്നുള്ളൂ. പക്ഷേ കുഷാക്കിലും അവർ 5-6 വെറൈറ്റി ഓഫ് അലോയ് വീൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ടയറിൻ്റെ വിട്ടും കൂടുതൽ ഇതിനാണ്. മാക്സിമം 225 വരെ ഇതിന് ക്രോസ് സെക്ഷൻ പോകുന്നുണ്ട്. കുഷാക്ക് 205 ആണെന്ന് തോന്നുന്നു മാക്സിമം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡസ്റ്ററിൽ എക്സ്ട്രാ ഫീച്ചേഴ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി അതല്ലാതെ ബാക്കി പ്ലസ് പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. പക്ഷേ അത് ഇതിൻ്റെ മാത്രം പ്ലസ് പോയിന്റ് ആയിട്ട് അങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് എന്നുള്ള രീതിയിൽ ഇപ്പോൾ പറയുന്ന ഈ വണ്ടിയാണെന്ന് മാത്രം. കുഷാക്കിൻ്റെ ഒരു രീതിയിൽ മോശമല്ല. നമുക്ക് 2 വണ്ടികളും അത്യാവശ്യം നല്ല എൻ്റർടൈനിങ് ആയിട്ട് തന്നെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന വണ്ടികളാണ്. അതുകൊണ്ട് ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ട് വളരെ ബെറ്റർ ആണ് എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എനിവേ അതൊരു നല്ല പോയിന്റ് ആണ്. പിന്നെ ഇതിൻ്റെ റൈഡ് ക്വാളിറ്റിയും വളരെ നല്ലതാണ്. റനോ പണ്ട് മുതലേ റൈഡ് ക്വാളിറ്റി മാസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ അത്യാവശ്യം നല്ലതായിരുന്നല്ലോ. ലോ സ്പീഡ് റൈഡ് 2 വണ്ടികളും കുറച്ച് സ്റ്റിഫാണ്. പക്ഷേ കുറച്ച് സ്പീഡ് കൂട്ടുമ്പോഴേക്കും നന്നായിട്ട് റൈഡെല്ലാം തന്നെ അബ്സോർബ് ചെയ്ത് ബംസ് എല്ലാം അബ്സോർബ് ചെയ്ത് നല്ല റൈഡ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തത് ഈ വണ്ടിയുടെ എഞ്ചിനിൽ വരുന്ന ഹൈബ്രിഡ് ഓപ്ഷനാണ്. നമുക്ക് ഇതിൻ്റെ അകത്തൊരു 1.8 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിനാണ് കിട്ടുന്നത്. 1.8 കിലോമീറ്റർ ബാറ്ററി പാക്ക് അവർ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. കമ്പൈൻഡ് 160 PS പവറും 172 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പവർ ഔട്ട്പുട്ട് ഉണ്ട്. പിന്നെ 0 to 100 ഏകദേശം 9 സെക്കൻഡ്സിനടുത്താണ് പുറത്ത് ഈ വണ്ടി എടുക്കുന്നത്. സോ അത്യാവശ്യം ഫാസ്റ്റാണ്, നല്ല എഫിഷ്യൻസിയും കിട്ടും. ആൻഡ് ഇത് അറ്റ്കിൻസൺ സൈക്കിളിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്.
ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇതുവരെ ഒരു സെയിൽ കൊടുത്ത് തുടങ്ങിയിട്ടില്ല, ഇതിൻ്റെ പ്രൈസും വന്നിട്ടില്ല. ദിവാലി ഈ വർഷം ഒക്കെ ആകുമ്പോഴേക്കാണ് ഇതിൻ്റെ സെയിൽ അവർ പറഞ്ഞിരിക്കുന്നത്. പ്രൈസും ഏകദേശം 2-3 മാസമൊക്കെ എടുക്കുമായിരിക്കും നമുക്കറിയാൻ. അത് മാത്രമാണ് പ്രശ്നം. പക്ഷേ ബാക്കി ഈ സെഗ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഹൈബ്രിഡ് ഇതിൻ്റെയാണ്. ഇനി നമ്മുടെ അടുത്ത പ്ലസ് പോയിന്റ് ഈ വണ്ടിയുടെ ഓവറോൾ സ്പേസ് ആണ്. ഇതിന് സൈസ് കുറച്ചുകൊണ്ട് കൂടുതലുള്ളതുകൊണ്ടും കുശാക്ക ജസ്റ്റ് 4.2 മീറ്റേഴ്സേ ഉള്ളൂ. പക്ഷേ വീൽ ബേസ് രണ്ടിനും സെയിം ആണ്. അതുകൊണ്ട് സ്കോഡ അവർ നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് റോ സ്പേസ്. പക്ഷേ സ്റ്റിൽ ഈ വണ്ടിക്ക് മാർജിനലി കുറച്ചുകൂടെ കൂടുതലാണെന്ന് നമുക്ക് പറയാം ക്യാബിൻ സ്പേസിൻ്റെ കാര്യത്തിൽ. അതും റിയർ സീറ്റ് എക്സ്പീരിയൻസ് രണ്ട് വണ്ടികളിലെയും കുറച്ച് അപ്രൈറ്റ് ആണ് ബാക്ക് സീറ്റ്സ് വരുന്നത്. ഇനി അടുത്ത ഒരു പ്ലസ് പോയിന്റ് ആയിരുന്നു ബൂട്ട് സ്പേസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമുക്ക് അങ്ങ് റൂഫ് വരെ മെഷർ ചെയ്യുകയാണെങ്കിൽ ഈ വണ്ടിയിൽ 700 ലിറ്റേഴ്സിന് അടുത്ത് ബൂട്ട് സ്പേസ് ഉണ്ട്. പക്ഷേ കുശാക്കിൽ 490 ലിറ്റേഴ്സാണ് വരുന്നത്. സോ ഇത്രയൊക്കെ എക്സ്ട്രാ ഫീച്ചേഴ്സാണ് നമ്മൾ ഡസ്റ്ററിനെ കുഷാക്ക് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വരുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് കുഷാക്കിനെ ഡസ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്ട്രാ കിട്ടുന്നത് നമുക്ക് നോക്കാം. അതിൽ ഡയമെൻഷൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് കുഷാക്ക് ചെറുതാണെന്നുള്ളത്. പിന്നെ ഡിസൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് താഴെ കമൻസിൽ പറഞ്ഞാൽ മതി. ഇനി നമുക്ക് എന്തൊക്കെയാണ് എക്സ്ട്രാ ഫീച്ചേഴ്സ് കുഷാക്കിന് കിട്ടുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ പറയും, കാരണം കുറേയൊക്കെ ഫീച്ചേഴ്സ് കോമൺ ആണ്. ഇപ്പോൾ വെന്റിലേറ്റഡ് സീറ്റ്സ്, വയർലെസ് ചാർജർ, പാനോറമിക് സൺറൂഫ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ 2 ഫ്രണ്ട് സീറ്റ്സും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ വരുന്നത്. സോ കോമൺ ഫീച്ചേഴ്സ് അല്ലാതെ ബാക്കിയുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് അത് കുഷാക്കിന് ആക്ച്വലി അങ്ങനെ ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സ് ആയിട്ട് പറയാനില്ല. അവർ ഈ സെഗ്മെൻറ്റ് ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുത്ത റിയർ സീറ്റ് മസാജിങ് ഫംഗ്ഷനാണ്. അതിപ്പോൾ ഈ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ. ആൻഡ് അത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാം. അത് ഫ്രണ്ടിൽ കൊടുത്തിരുന്നത് ബെറ്റർ ആയിരുന്നു. പക്ഷേ എനിവേ ഒരു ബാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ വെന്റിലേഷൻ ഫംഗ്ഷൻ ഒന്നുമില്ല, ഫ്രണ്ടിൽ മാത്രമേ വെന്റിലേഷൻ ഉള്ളൂ. പക്ഷേ ബാക്കിൽ നമുക്ക് എക്സ്ട്രാ മസാജ് ഫംഗ്ഷനാണ് കിട്ടുന്നത്. സോ അഗൈൻ അതൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം, ഈ വണ്ടിയുടെ ഈ ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റ് ആണ്. അത് രണ്ടിലും 10 ഇഞ്ചസ് ആണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ നമ്മുടെ സ്കോഡയുടെ ഫോക്സ്വാഗൻ്റെ യൂറോപ്യൻ വണ്ടികളൊക്കെ കിട്ടുന്ന പോലത്തെ UIയും അതുപോലെ കുറേ ക്ലസ്റ്റർ മോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ ആണെങ്കിലും റെനോയിൽ വരുന്നതിന് കുറച്ചുകൂടി ബെറ്റർ ആണ്. മറ്റേതൊരു ഇത്തിരി ബേസിക് ആണ്. കളർ കോമ്പിനേഷൻ ആയാലും എല്ലാ സാധനങ്ങളും എനിക്കിതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഇനി വേണമെങ്കിൽ ഒരു എക്സ്ട്രാ സാധനം ഉള്ളത് കണക്റ്റഡ് DRLs ആണ് ഫ്രണ്ടിൽ. അതിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല, കാരണം അവർ വളരെ തിന്നായിട്ട് അങ്ങനെ ആരെയും ഭയങ്കര ഇൻട്രൂസീവ് ആക്കാതെ ഗ്രില്ലിനകത്തൂടെ ചെറിയ കുറച്ച് ലൈറ്റിംഗ് എലമെൻറ്റ്സ് വെച്ച് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അത് പിന്നെ പറയാൻ വേണ്ടി പറയാം, അതാണ് കാണാൻ അത്ര ഭയങ്കര ബോറൊന്നുമല്ല. ഇനി നമുക്ക് ബാക്കി പ്ലസ് പോയിന്റ്സിലേക്ക് കിടക്കാം. ഫീച്ചേഴ്സ് എത്രേ ഉള്ളൂ. ഇതിൽ തന്നെ ആദ്യം പറയാൻ പറ്റുന്ന ഈ വണ്ടിയുടെ എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. 1 ലിറ്റർ TSI ആയിക്കോട്ടെ, 1.5 TSI ആയിക്കോട്ടെ, നമുക്ക് ഡസ്റ്ററിൽ കിട്ടുന്ന സെയിം കൺഫിഗറേഷനാണ്. 1 ലിറ്റർ ടർബോ പെട്രോൾ ഉണ്ട്, 1.3 ലിറ്റർ ടർബോ പെട്രോൾ ഉണ്ട്. 2 ടർബോ ഓപ്ഷൻസ് ആണ് അവരിപ്പോൾ നിലവിൽ ഇറക്കിയിരിക്കുന്നത്. ആൻഡ് ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡസ്റ്ററിൽ 1 ലിറ്റർ വേരിയൻ്റെ ബേസിൽ കിട്ടുന്ന 100 PS 160 NM മാത്രമേ വരുന്നുള്ളൂ പവർ ഫിഗേഴ്സ്. ഇതിനകത്ത് വെച്ച് നമുക്ക് 115 PS പവറും 178 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കും കിട്ടുന്നുണ്ട്. 8 സ്പീഡ് ഓട്ടോമാറ്റിക്കും കിട്ടുന്നുണ്ട്. സോ എങ്ങനെ നോക്കിയാലും 1 ലിറ്ററിൻ്റെ കേസിൽ ഈ വണ്ടിയാണ് ബെറ്റർ. ഇനിയിപ്പോൾ 1.5 TSI 1.3 മറ്റേ ഡസ്റ്ററിൻ്റെ ടർബോ പെട്രോൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും ആക്ച്വലി ഈ വണ്ടിയാണ് കുറച്ചുകൂടെ ബെറ്റർ. പവർ ഫിഗേഴ്സ് മറ്റേതിന് കുറച്ച് കൂടുതലാണ്. 160 PSും അതുപോലെ 280 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കും ഉണ്ട്. പക്ഷേ ഈ വണ്ടിയിൽ 150 PSും 250 NM ടോർക്കും ആണെങ്കിലും കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നും. ഒരേ ഒരു പ്ലസ് പോയിന്റ് ഉള്ളത് ഡസ്റ്ററിൻ്റെ ടർബോ 1.3 ലിറ്ററിൻ്റെ കൂടെ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ കിട്ടുന്നുണ്ട്. കുഷാക്കിൽ പണ്ടുണ്ടായിരുന്നു 1.5 TSIയിൽ, പക്ഷേ ഇപ്പോൾ അത് എടുത്ത് കളഞ്ഞു. 7 സ്പീഡ് DSC മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് വരെ കുഴപ്പമൊന്നുമില്ല. മാനുവൽ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ വേണേൽ മറ്റേ ചൂസ് ചെയ്യാൻ. കുറച്ചുകൊണ്ടൊരു നമുക്ക് റിയൽ ഫീൽ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കിട്ടും എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഇനി വേറെ പ്ലസ് പോയിന്റ്സ് ആയിട്ട് പറയാൻ പറ്റുന്ന റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 2 വണ്ടികളിലും വളരെ നല്ലതാണെന്നുള്ളത്. പിന്നെ ഒരു ചെറിയ അപ്പർ എഡ്ജ് വേണമെങ്കിൽ ഡസ്റ്ററിന് സ്റ്റിയറിംഗ് ഫീലിന് കൊടുക്കാൻ പറ്റുമായിരിക്കും. റെനോ ആ വണ്ടി പ്യൂർലി ഒരു ഡ്രൈവിംഗ് എന്തോസിയാസ്റ്റിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അതവർ പണ്ട് ലോഞ്ച് ഇവൻറ്റിൻ്റെ സമയത്ത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ആൻഡ് ഇപ്പോൾ മീഡിയ റിവ്യൂസിൽ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് വന്നത്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നതിൽ മാക്സിമം ആ വണ്ടി പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് വീഡിയോസ് ഇടാൻ നോക്കാം. അത് ഷോറൂമിൽ വന്നപ്പം വരുമ്പം ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അതാണ് അതിൻ്റെ കേസ്. പിന്നെ നമുക്ക് ഇത്രേ ഉള്ളൂ ആക്ച്വലി കുഷാക്കിൻ്റെ പ്ലസ് പോയിന്റ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി വേറെ എങ്ങനെ അഡീഷണൽ സംഭവമൊന്നുമില്ല. സ്പേസും കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു. 2 വണ്ടികളും ഓടിക്കാൻ അത്യാവശ്യം നല്ല വണ്ടികളാണ്. ഇതിനൊരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഡസ്റ്റർ ആക്ച്വലി കുഷാക്കിനേക്കാൾ കുറച്ചും കൂടെ ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഓടിക്കാൻ ബെറ്റർ ആയിട്ടുള്ളൊരു വണ്ടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഹൈബ്രിഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. അതിൻ്റെ ലോഞ്ചും മീഡിയ റിവ്യൂസും സംഭവങ്ങളൊന്നും വരാത്തതുകൊണ്ട് ബാക്കി സംഭവങ്ങൾ നമുക്കറിയില്ല, അതായത് പവർ ഡെലിവറി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷെ എന്തായാലും ഓൺ പേപ്പർ പവറൊക്കെ വെച്ചിട്ട് എന്തായാലും സ്ലോ ആയിരിക്കില്ല വണ്ടി. പക്ഷേ അഗൈൻ അതിന് നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യണം. സോ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഹൈബ്രിഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വളരെ നല്ലൊരു ചോയ്സ് ആയിരിക്കും അത് വരുന്ന സമയത്ത്. പിന്നെ പ്രൈസിംഗ് ഒക്കെ അവരിപ്പം കുറച്ച് വെച്ചിരിക്കുന്നത് മിക്കവാറും ഹൈബ്രിഡ് ഒരു 20 ലക്ഷം രൂപയ്ക്ക് അടുത്തുകൊണ്ട് പ്ലേസ് ചെയ്യാനായിരിക്കണം. അല്ലെങ്കിൽ ഇത്രയും കുറഞ്ഞ പ്രൈസിംഗിൽ ഈ വണ്ടി ഇറക്കേണ്ട കാര്യമില്ലായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് നമുക്കിനിയിപ്പോൾ 2 വണ്ടികളെയും പ്രൈസിംഗ് അങ്ങോട്ട് കമ്പയർ ചെയ്യാം.
രണ്ട് വണ്ടികളിലും സ്റ്റാർട്ടിംഗ് വേരിയൻസ് വരുന്ന ഓൾമോസ്റ്റ് സെയിം പ്രൈസിലാണ്. കുഷാക്ക് 10.69 ലാക്സും ഡസ്റ്റർ 10.49 ലാക്സും ആണ്. പക്ഷേ കുഷാക്കിൻ്റെ ബേസ് മോഡൽ ഇൻസെയിൻ വാല്യൂ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. നമുക്ക് ഓട്ടോ എ സി ആയിക്കോട്ടെ, പിന്നെ മറ്റേ LED ലൈറ്റ്സ് കിട്ടുന്നുണ്ട്, 16 ഇഞ്ച് അലോയ്സ് ഉണ്ട്, റിയർ വൈപ്പർ വാഷർ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കുഷാക്കിൻ്റെ ബേസ് മോഡലുണ്ട്. പക്ഷേ ഡസ്റ്ററിൻ്റെ ബേസ് മോഡൽ അത്രയും ലോഡർ അല്ല, കുറച്ച് ബേസിക് ആണ്. അത് നല്ല വേരിയൻസ് വേണമെങ്കിൽ നിങ്ങൾ എവല്യൂഷനിലേക്ക് പോകേണ്ടി വരും. ഡസ്റ്ററിൻ്റെ അത്രയും ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി കുഷാക്കിൻ്റെ ബേസ് മോഡൽ കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ്. ഇനി അടുത്ത ബാക്കി വേരിയൻസിലേക്ക് പോകുമ്പോഴേക്കും 1 ലിറ്റർ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കുഷാക്ക് എടുക്കാൻ തന്നെ ആയിരിക്കും. എൻ്റെ ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണെന്നുള്ള ഒരു കാര്യം. ഡസ്റ്റിൽ നമുക്ക് 1 ലിറ്റർ ഓട്ടോമാറ്റിക് കിട്ടുന്നില്ല. പിന്നെ 1.3 ടെർബോയും 1.5 ടെർബോ എടുക്കുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയൻസ് ഏതാണെന്ന് വെച്ചാൽ കൺസിഡർ ചെയ്യാം. ടോപ്പ് എൻഡിൽ നമുക്ക് ഓൾമോസ്റ്റ് പ്രൈസ് 50,000 രൂപയോളം ഡസ്റ്ററിന് കുറവാണ്. 18.49 ലാക്സേ വരുന്നുള്ളൂ. പക്ഷേ കുഷാക്കിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ 18.99 ലാക്സ് വരെ ടോപ്പ് എൻഡ് DSGക്ക് പോകുന്നുണ്ട്. ആൻഡ് അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. 50,000 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ അതിൻ്റെ അകത്ത് എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും അധികം കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡസ്റ്റർ ആക്ച്വലി കുറച്ച് പവർ കോംപ്രമൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ നമുക്ക് ഡസ്റ്ററിൽ കിട്ടുന്ന 6 സ്പീഡ് ബെഡ് ക്ലച്ച് DCT ആണ്. മറ്റേൻ്റെ അകത്ത് 7 സ്പീഡ് നമുക്കറിയാം DQ200 ആണ്. അത് ഡ്രൈ ക്ലച്ച് ആണ്. ആൻഡ് പണ്ട് ഭയങ്കര ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന ഗിയർ ബോക്സ് ആണ്. ഇപ്പോൾ ഈ MQB 2.0 വണ്ടികളിൽ വന്ന് പിന്നെ അങ്ങനെ അധികം ഫെയിലിയേഴ്സ് ഞാൻ കേട്ടിട്ടില്ല. അധികം നല്ല ഞാൻ കേട്ടിട്ടേ ഇല്ല. സോ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പക്ഷെ എന്നാലും ടെക്നിക്കലി കൂടുതൽ റിലയബിൾ മറ്റതാണ്, അതായത് ഡസ്റ്ററിൻ്റെ DCT. എനിവേ, എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് ലിസ്റ്റ് കണ്ടിട്ട് തോന്നുന്നത്? ഏത് വണ്ടിയായിരിക്കും നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? കുഷാക്ക് ആയിരിക്കും അതോ ഡസ്റ്റർ ആയിരിക്കും എന്ന് താഴെ കമൻസിൽ പറഞ്ഞേക്കാം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസ് ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ആയി തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മളെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.